പരിഗണിക്കുന്നില്ല പല മക്കളും. ആരാ ഉമ്മ? ആരാണ് പ്രിയപ്പെട്ടവരെ? പ്രിയപ്പെട്ട ഉമ്മ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും സ്നേഹിക്കേണ്ടതാരെയാ? എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ബന്ധമാരോടാ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, സൗജുഹാ, ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ അവൾക്ക് ഏറ്റവും ബന്ധപ്പെട്ടത് സൗജുഹാ, അവളുടെ ഭർത്താവിനോടാണ്. അവളുടെ ഭർത്താവിനോടാണ്. ഉടനെ തന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഒരു പുരുഷന് ജീവിതത്തിൽ ഏറ്റവും ബന്ധമാരോടാ എന്ന് നബി തങ്ങളോടങ്ങ് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഉമ്മുഹു, അവന്റെ ഉമ്മയോടാ. എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടേണ്ടത്, ഞാനേറെ ആദരിക്കേണ്ടത്, എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലാഹുവിന്റെ റസൂല് കഴിഞ്ഞാൽ, അല്ലാഹ് കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ റസൂല് കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മയാ. എന്റെ ഭാര്യയല്ല, എന്റെ മക്കളല്ല, എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടത് എന്നെ നൊന്തു പ്രസവിച്ച് അമ്മിഞ്ഞപ്പാല് നൽകിയ, എന്നെ താരാട്ടുപാട്ടി ഉറക്കിയ ഉമ്മയില്ലേ, എന്റെ മൂത്രവും കാഷ്ടവും വൃത്തിയാക്കിയ പൊന്നുമ്മയില്ലേ, ആ ഉമ്മയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. എന്റെ യുവാക്കളെ, ശരീരത്തിന് ആരോഗ്യം വരുമ്പോഴേക്ക്, കാലിന് ആരോഗ്യം വരുമ്പോഴേക്ക്, ഊർജ്ജസ്വലനാണെന്ന് തോന്നിപ്പോകുമ്പോഴേക്ക് നിന്നെ വളർത്തി വലുതാക്കിയ ഉമ്മയെ നീ മറന്നു പോകല്ല. നിന്റെ വാപ്പാനെ നീ മറന്നു പോകല്ല. ലേബർ റൂമിലേക്ക് കയറ്റിക്കൊണ്ടുപോയിട്ട് ശരീരത്തിലെ മുഴുവൻ എല്ലുകളും ഒരേ സമയത്ത് പൊട്ടിപ്പോകുന്ന വേദന അനുഭവിച്ച് നൊന്തു പ്രസവിച്ചില്ലേ? 2 കൊല്ലം അമ്മിഞ്ഞപ്പാല് നൽകിയില്ലേ? മാറത്തിരുത്തി അമ്മിഞ്ഞപ്പാല് നൽകിയില്ലേ? മാറത്തിരുത്തിയിട്ടല്ലേ കാട്ടിച്ചത്? മാറത്തിരുന്നിട്ടല്ലേ മൂത്രിച്ചത്? ജീവിതത്തിൽ എത്ര ത്യാഗങ്ങൾ സഹിച്ചിട്ടാ, ജീവിതത്തിൽ എത്ര പ്രയാസങ്ങൾ സഹിച്ചിട്ടാ, ജീവിതത്തിൽ എത്ര ബുദ്ധിമുട്ട് സഹിച്ചിട്ടാ ഞാനും നിങ്ങളുമൊക്കെ ഇത്ര വലുതായത്. ആ ഉമ്മാനെ ചവിട്ടുന്ന മക്കള് നമ്മുടെ നാട്ടിലില്ലേ? ആ ഉമ്മാനെ ചീത്ത പറയുന്ന മക്കള് നമ്മുടെ നാട്ടിലില്ലേ? ആ ഉമ്മാനെ പടി പറയുന്ന മക്കള് നമ്മുടെ നാട്ടിലില്ലേ? ആ ഉമ്മാനെ വേദനിപ്പിക്കുന്ന മക്കളില്ലേ? ഉമ്മാനെ കരയിപ്പിക്കുന്ന മക്കളില്ലേ? ഇല്ല പ്രിയപ്പെട്ടവരെ, ഉമ്മയില്ലാതെ ഒരു സ്വർഗമില്ല, ഉമ്മയില്ലാതെ റബ്ബിന്റെ തൃപ്തിയില്ല. നൊന്ത് പ്രസവിച്ച അമ്മിഞ്ഞപ്പാല് നൽകിയ പൊന്നുമ്മയില്ലേ? ആ ഉമ്മാന്റെ തൃപ്തിയില്ലാതെ അല്ലാഹുവിന്റെ തൃപ്തിയില്ല. അല്ലാഹുവിന്റെ തൃപ്തി എവിടെയാണെന്നറിയോ? മാതാപിതാക്കളുടെ തൃപ്തിയാണ്. മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അല്ലാഹുവിന്റെ തൃപ്തി. മാതാപിതാക്കളുടെ കോപത്തിലാണ് അല്ലാഹുവിന്റെ കോപം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഉമ്മമാരെ വേദനിപ്പിക്കല്ലേ, ഉമ്മമാരെ വിഷമിപ്പിക്കല്ലേ, ഉമ്മമാരെ സങ്കടപ്പെടുത്തല്ലേ. ഭാര്യമാര് ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ പല യുവാക്കളും ഉമ്മമാരെ പരിഗണിക്കുന്നില്ല, ഉമ്മമാരെ ശുശ്രൂഷിക്കുന്നില്ല, ഉമ്മമാരെ ചികിത്സിക്കുന്നില്ല, ഉമ്മമാർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ല. ജ്യേഷ്ഠന്മാരും അനിയന്മാരും വാപ്പയ്ക്കും ഉമ്മക്കും ചെയ്തു കൊടുത്തതിന്റെ കണക്ക് പറഞ്ഞിട്ട് തർക്കമല്ലേ? ഉമ്മാക്ക് ചെയ്തു കൊടുത്ത നന്മകൾ പറഞ്ഞിട്ട് ജ്യേഷ്ഠൻ കണക്ക് പറഞ്ഞ് പൈസ വാങ്ങുന്നു, അനിയൻ കണക്ക് പറഞ്ഞ് പൈസ വാങ്ങുന്നു. ഇതെന്തൊരു ലോകമാ എന്റെ പ്രിയപ്പെട്ടവരെ! അവരെങ്ങാനും തിരിച്ച് നമ്മളോട് നിന്നെ പ്രസവിച്ചതിന്റെ പണമെടുക്കടോ എന്ന് പറഞ്ഞാൽ, നിന്നെ 2 കൊല്ലം അമ്മിഞ്ഞപ്പാല് നൽകിയതിന്റെ പണമെടുക്കടോ എന്ന് പറഞ്ഞാൽ എന്തു കൊടുത്താലാണ് മതിയാവുക? ഈ ജീവിതം കൊടുത്താലും മതിയാകുമോ? 10,000 കൊടുത്താലും മതിയാകുമോ? 1,00,000 കൊടുത്താലും മതിയാകുമോ? 1 കോടി കൊടുത്താലും മതിയാകുമോ? ഈ ജീവിതം തന്നെ തരാമെന്ന് പറഞ്ഞാലും മതിയാകുമോ? ഒരിക്കലുമില്ല. ഒരു സ്വഹാബിയതോ
കഅബാലയത്തെ തവാഫ് ചെയ്യുകയാണ്. ഉമ്മാനെ അതാ തോളത്തൊരുത്തിയിട്ട് തവാഫ് ചെയ്യുകയാണ്. തവാഫ് കഴിഞ്ഞിട്ട് ഒരു സഹാബിയുടെ അടുക്കൽ വന്നിട്ട് ചോദിക്കുകയാണ്, ഞാൻ എന്റെ ഉമ്മയോടുള്ള കടമ നിർവഹിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോ സഹാബി പറയാണ്, ഉമ്മാനോടുള്ള കടമയുടെ ഒരു കാഭാഗം പോലും തീർന്നിട്ടില്ല എന്ന് സഹാബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉമ്മാന്റെ വിഷയത്തിൽ നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കണം. യുവാക്കളെ, കല്യാണം കഴിച്ചു വന്ന ഉമ്മാനെ പരിഗണിക്കാത്തൊരവസ്ഥ ഉണ്ടാകരുത്. അങ്ങനെയുണ്ട് ചില ആൾക്കാർ. കല്യാണം കഴിച്ചു വന്നാൽ അങ്ങനെ ചില ഉമ്മമാരുണ്ട്, ചില ഭാര്യമാരുണ്ട്. ഭാര്യമാരെ ഒരിക്കലും നിങ്ങളെ ഭർത്താവിന്റെ മുന്നിൽ, ഒരിക്കലും ഭർത്താവിന്റെ സ്വർഗത്തിന്റെ മുമ്പിൽ നിങ്ങൾ തടസ്സാകരുത്. ഭർത്താവിന്റെ സ്വർഗത്തിന് ഒരിക്കലും നിങ്ങൾ തടസ്സാകരുത്. പല പെണ്ണുങ്ങളും അങ്ങനെയാ. ഉമ്മയായിട്ടൊന്ന് അടുക്കുന്ന കണ്ടാൽ ഭാര്യമാരെന്ത് ചെയ്യുമെന്നറിയോ, അതൊക്കെ അങ്ങ് തടസ്സം നിൽക്കും. എന്നിട്ട് പറയും, നിങ്ങൾക്ക് ഉമ്മാനോടെ ഇഷ്ടമുള്ളൂ, ഉമ്മാനോട് തന്നെ ഇഷ്ടം വേണ്ടത്, അത് കഴിഞ്ഞിട്ടേ ഭാര്യയുള്ളൂ. നിങ്ങൾ ചോദിച്ചു, ഇസ്ലാമിന്റെ ചരിത്രം അതാണ്. ഇസ്ലാം അതാണ് പഠിപ്പിക്കുന്നത്. ഇതല്ലാതാകുമ്പോഴാ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരിക. ഒരൊറ്റ സംഭവം ഞാൻ